ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ ഡാൽഗോണ ക്യാൻഡിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ രാജ്യങ്ങളൊക്കെ ഇതൊരു മത്സരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെന്തായാലും പഞ്ചസാരയാണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. സക്സസ് ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ അടിവശം കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത് 3ാമത്തെ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾ വീട്ടിൽ ഇതുപോലെ തന്നെ ബോറടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതുപോലത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാവും. ചെറുതായിട്ട് നമ്മളിതുപോലെ വച്ചിരിക്കുമ്പോൾ തന്നെ അടിയിൽ നിന്ന് ഇതുപോലെ മെൽറ്റായി തുടങ്ങുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഒരു സ്പൂൺ എടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നല്ലതുപോലെ അലിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇട്ട വൈറ്റ് ഷുഗറൊക്കെ ആ ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടാണ് അത് മെൽറ്റ് ആവാൻ തുടങ്ങുന്നത്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ ക്യാരമലൈസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്താണ് നമ്മൾ ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. കറക്റ്റ് ഈ ഒരു സമയത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് ആ ടൈമിൽ മിക്സ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരേക്കും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. കട്ടകളൊന്നും വരാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ എണ്ണ തടവിയ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇത് മാറ്റുവാണ്. അതിനുശേഷം വേറൊരു എണ്ണ തേച്ച ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ പുറത്തോട്ടൊന്ന് വച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പിലോട്ട് വരും കേട്ടോ. നമുക്കിവിടെ സർക്കിളായിട്ട് ഒരു കപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഒന്ന് ഷേപ്പ് ആക്കുന്നത്. അപ്പോഴത്തേക്കും ഇതുപോലൊരു ഷേപ്പ് കിട്ടി. ഇനി നമ്മളൊരു നീഡിൽ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അവളൊന്ന് നല്ലതുപോലെ ഷേപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ പാത്രത്തിലിരുന്നതാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. എൻ്റെ അനിയത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റായിട്ടൊന്ന് ഉണങ്ങിയില്ലാത്തത് കൊണ്ട് അത് ഒരുമാതിരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് മെൽറ്റ് ചെയ്ത് കരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മേക്ക് ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫിനിഷായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആൽപ്പലീബയുടെ ക്യാൻഡിയുടെ നല്ല ടേസ്റ്റാണ് ഇതിൽ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3ാമത്തെ തവണ നമ്മൾ ചെയ്തപ്പോൾ സക്സസ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.